ഓമല്ലൂരിൽ നിന്ന് 78-കാരൻ ഗംഗാധരൻ നായർ ചികിത്സയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തി. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ കാത്തുനിൽക്കുന്നതിനിടെയാണ് ചക്ക തലയിലേക്ക് വീണത്. മരുന്ന് വാങ്ങി മടങ്ങാനെത്തിയ വയോധികന് വീണ്ടും ചികിത്സ തേടേണ്ട ദുരവസ്ഥ. മരുന്ന് വാങ്ങിച്ചിട്ട് ബില്ല് സൈൻ ചെയ്യാനായിട്ട് ഞാൻ വന്നതാ. ആ കാഷ്വാലിറ്റിയുടെ പറയുന്നൊരു മരുന്നിപ്പുണ്ട്. പറഞ്ഞ മുന്നിൽ എത്തിപ്പോഴാണ് വീണപ്പോഴേ ബോധം കെട്ടുപോയി. എനിക്ക് ബോധം വന്നത് കാഷ്വാലിറ്റിയിൽ കിടക്കുക. എല്ലാം ചെയ്ത് അവരെ സേവനം പെട്ടെന്ന് ചെയ്തല്ല. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. ചക്ക വീണതോടെ ഗംഗാധരൻ നായർ ബോധരഹിതനായി. തലയിലും കാൽമുട്ടിലും കൈകളിലും സാരമായ പരിക്കുണ്ട്. അപകടം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പരിക്കേറ്റയാൾക്ക് ആവശ്യമായ ചികിത്സ നൽകിയെന്നും ആശുപത്രി അധികൃതർ. ഞങ്ങളെല്ലാം നോക്കി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ CT സ്കാൻ എടുത്തു, അതിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ ആരെയും ഇരുത്താറില്ല. നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റിയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിത് കോതാനായിട്ട് നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അവരുടെ അനുവാദത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആശുപത്രികളിൽ ആശ്രയത്തിനെത്തുന്നവർക്ക് അപകടരഹിതമായ ചുറ്റുപാടൊരുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകണമെന്ന ഓർമ്മപ്പെടുത്തലാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ അപകടം. ഞങ്ങളിവിടെ യൂത്ത് കോൺഗ്രസ് ഹെൽമറ്റ് സൗജന്യമായി രോഗികൾക്കും ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്, സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ഹെൽമറ്റ് വിതരണം ചെയ്യുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.